വെളിച്ചെണ്ണയുടെ വില കൂടി, നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇനിയും കുത്തനെ കൂടും. പെട്രോൾ വിലയെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട, പെട്രോൾ വിലയും കൂടാൻ സാധ്യത. ഈ കൂടല്ലാതെ എന്തെങ്കിലും കുറയുണ്ടോ? കുറയുണ്ടല്ലോ. എന്താണാവോ എന്റെ മനസ്സമാധാനം. ജോക്കടിച്ചതാ നിങ്ങളോട് തന്നെ പത്രം വായിച്ചു കുത്തിരുന്നോ? ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട. എന്താ ഞാൻ അറിയാനുള്ളത്? ഇവിടെ മുളക് പൊടി ഇല്ല, മഞ്ഞപ്പൊടി ഇല്ല, വെളിച്ചെണ്ണ ഇല്ല, പഞ്ചസാരല്ല. ഈ കണ്ട കാലത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ പൊന്നാരമാളെ? ഉണ്ടോ? അതിനെന്താ പറയാലോ. പറഞ്ഞോ. ഇവിടെ മുളക് പൊടിയുടെ കുറവുണ്ട്, ഇവിടെ വെളിച്ചെണ്ണയുടെ കുറവുണ്ട്. നിങ്ങളോട് ഇങ്ങനെ ഇളിച്ചോ? നിങ്ങളെ കൊണ്ട് ആകെ പറ്റണ അതാണ്. ഇനി ഇങ്ങനെ എത്ര കാലം പോയ പോലെ പോവാൻ പറ്റില്ല മോനെ. എന്റെ അച്ഛന്റെ വരവിലൊന്നും ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല. ഇത്രയും കാലേ ഇവിടെ തിന്നിണ്ടായിരുന്നേ എന്റെ അച്ഛന്റെ അടുത്ത് കൊടുത്തിട്ടല്ലേ. ഇനി അത് നടക്കില്ല. ഇന്ന ഇല്ല, കൃഷിയില്ല. അച്ഛനൊക്കെ നിർത്താൻ പോവാ. അതിന് അച്ഛനോട് ആരും ചോദിക്കണം. നിങ്ങളെന്ന് കാശ് പിടിച്ചിട്ട് അച്ഛൻ ചെയ്തത്? നിങ്ങൾ എന്റെ അച്ഛനൊക്കെ പൈസ കൊടുത്തത്? അപ്പൊ അതിന് 10-60 വയസ്സായി. ഇനി എവിടുക്കാ കൃഷി ചെയ്യണത്? ഉത്തരവാദിത്തം ചെയ്യോ? ഞാൻ കാണിച്ചോട്ടെ, ഇന്റെ കാര്യം പോട്ടെ. ഇത് മുപ്പര മകളല്ലേ, മുപ്പര 4 പേരക്കുട്ടികളെ നമ്മുടെ മക്കളോടല്ലേ, അതിന്റെ കാര്യം മുപ്പര ചിന്തിച്ചോ? ഇതൊക്കെ മൂപ്പരല്ലേ ചിന്തിക്കണ്ടേ? നിങ്ങളല്ലേ ചിന്തിക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് പിന്നെ എന്താ പണി? ഞാൻ പണിക്കേ. പിന്നല്ലാണ്ട് ഞാൻ പണിക്കോളാം. ഞാനെന്നെ കെട്ടിട്ട് എന്തിനാണ്? എന്തിനാ? സ്വസ്ഥായിട്ട് ജീവിക്കാൻ. ഇങ്ങോട്ട് പിന്നെന്താ? ശരിയാ, അങ്ങോട്ട് ബാക്കിയുള്ളവരുടെ സ്വസ്ഥത ഒക്കെ ഉണ്ട് പോയി. അച്ഛൻ പണിയെടുത്ത് ശരിയല്ല, വൃത്തിയുടെ അയാൾ പണ്ടേ ലോകത്തൊലിയാണ്. മനുഷ്യ എന്റെ അച്ഛനെ മണ്ടല്ലോ കാല് പഠിച്ചുണ്ട് ഞാന്. വെറുതെ എന്റെ അച്ഛനെ മണ്ടല്ലോ 3-4 തരം പഠിക്കുന്ന തിന്നാനായിട്ട് എന്റെ അച്ഛൻ തരുന്നതും പോരാ. എന്താ ചേർക്കായിരുന്ന ഈ രാവിലെ തന്നെ മനുഷ്യനോട് ഇല്ല തട്ടിക്കേറില്ല. അതെ, എന്റെ അച്ഛൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും സ്വർണ്ണവും ശ്രീധനൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് കെട്ടിച്ചെന്നത്. അറിയോ? നിങ്ങൾ കെട്ടുമ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? മെഡിക്കൽ റപ്പാണ് അല്ലെ? മരുന്നച്ചോടാണ്, മയക്കുമരുന്നിന്റെ കച്ചവടം. അതായിരുന്നു നിങ്ങൾക്ക്. അതിപ്പോ എന്താ ഇങ്ങോട്ട് ആ സിംഹത്തിന്റെ കൂടെ ഇറക്കാൻ പറഞ്ഞിട്ട് ആ പണിയും പോയി. സിംഹത്തിന്റെ കൂടെ എന്തിനാ നടക്കുന്നത്? സിംഹത്തിന് കാല് പിടിച്ചോണ്ടാടി. ഇതന്നെ നിങ്ങൾക്ക് പണിയില്ലാത്തത്, വെറുതല്ല. നേരം വെളുത്താലേ സാധാരണഗതിയിൽ കെട്ടിയമാരെ രാവിലെ കുളിച്ചൊരുങ്ങി എന്തെങ്കിലും കണ്ടെങ്കിൽ തിന്നിട്ട് പോവുക പണിക്ക്. ഇതിവിടെ അങ്ങനെ ഇരിക്കും. പിന്നെ നിങ്ങൾ ആര് തേച്ചിട്ട് അല്ല, പിന്നെ നിങ്ങൾ ആര് തേച്ചിട്ട് കുത്തിരിക്കണത്? കുഴിക്ക് കല്ലിടിച്ചിരിക്കണ എന്താ കൊടുത്തിട്ടോ? അതെ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടോ? ആ വടക്കേലെ റാഫിക്ക ഇല്ലേ, പുള്ളിയുടെ വൈഫിന് പുള്ളി എന്തൊക്കെ ഒന്ന് മേടിച്ചു കൊടുത്ത്. ഇപ്പൊ തന്നാള് പാദസരം, കഴിഞ്ഞ മാസത്തില് പിന്നെന്താണ് വലിയൊരു മാല, പിന്നെ മൊബൈൽ ഫോണ്, വീട്ടിലേക്കുള്ള സാധനങ്ങള്, എപ്പോ നോക്കിയാലും പെണ്ണെടുത്ത് ഷോപ്പിങ്ങിലാ. പിന്നെ ചോദിക്കുമ്പോ തട്ടിട്ട് സത്യം സത്യം എന്തായാലും തരും. ചോദിക്കട്ടെ, നിങ്ങളെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആ റാഫിക്കയുടെ നമ്പർ ഒന്ന് മേടിച്ചു തരും. ഇതാണ് മനസ്സിലിപ്പല്ലേ? ഇതൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ടുനടന്നിട്ടാണ് പ്രതീക്ഷിച്ച് നടക്കുന്നത്. ഞാൻ കാര്യം പറയാൻ അന്നെ ഞാൻ ചവിട്ടി വീട്ടിൽ പുറത്താക്കാൻ പറ്റായിട്ടാണ്. എങ്ങനെയാണ് ഇവിടെ പുറത്താക്കുക എന്നെ? എന്റെ അച്ഛൻ വാങ്ങി തന്ന വീടാ, അത് എന്റെ പേരില്. ആ ഒറ്റ പേരില് ഞാനും എന്നെ മക്കളോട് നടക്കൂടാത്ത ഉള്ള കാര്യം പറഞ്ഞത് മനസ്സിലല്ലേ? ഇവിടെ എനിക്കാണ് എന്തിനിക്കാണ് ഇവിടെ അധികാരം. മനസ്സിലുണ്ടാ? പെണ്ണിന് എപ്പോഴും 2ാം സ്ഥാനമുള്ളൂ ഇവിടെ വീട്ടില്. ആണിനാണ് 1ാം സ്ഥാനം തന്നെ. എന്റെ പൂന്നെന്താ എന്തേ കണ്ണി കണ്ട വർത്താനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലുണ്ടാ? അത് തീരെ പേടിച്ച് വിളിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വന്ന് കാണിച്ചു തരാം. എന്റെ മോന്റെ ചോട്ട് കൊടുക്കും. പിന്നെ ബ്ലാക്കിന് കിട്ടുകയൊക്കെ ചെയ്യും. ബ്ലാക്കിന് ഇപ്പൊ ആരെ വിളിക്കണം? ഇപ്പൊ അതാണ്. എന്താടോ ആഭ്യന്തരൊന്നുമില്ല, വെറുതെ. ഇതെന്താണത്? കയ്യിൽ 5 കായില്ലെങ്കിലും ടാറ്റു, പൂവിന്റെ ടാറ്റു അടിച്ചിരിക്കണോക്കോ. ടാറ്റു അടിച്ചല്ല, ഭാര്യ അച്ചപ്പൻ ചുടുമ്പോഴേ കൊടുത്ത കച്ചറ ഉണ്ടാക്കി. അപ്പൊ അച്ചപ്പ അച്ചു വെച്ച് ഒറ്റ കുത്തുത്തിയ. എന്ത് ഇയാളെങ്ങനെ കുത്താണ്ടിരിക്കും? ഇതല്ലേ മുതല്. ഉണങ്ങി വരണുള്ളൂ. ഒരാൾക്ക് ആ വീട്ടിൽ എന്തേലും അധികാരം ഉണ്ടല്ലോ. എന്താ അധികാരം? എന്താ? എടാ, ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു.
നമ്മളെ പിന്നെ ബാലേട്ടല്ലേ ഇവിടെ കിണറിന്റെ അവിടെ താമസിക്കണേ പഞ്ചായത്ത് കിണറിന്റെ ആ മൂപ്പര് എല്ലാ ദിവസവും വെള്ളം അടിച്ചിട്ട് ഭാര്യനായിട്ട് ഭയങ്കര അടിയട്ടാ അറിഞ്ഞില്ലേ ഭയങ്കര അലമ്പാണ് വെള്ളടിച്ച് ഭാര്യ തന്നെ പിന്നല്ലാണ്ട് എല്ലാ ദിവസവും മൂപ്പരാ പാലട്ടണം അത് ചോദിച്ചിട്ട് ബാക്കി കാര്യം ചോദിക്കണല്ലോ വെറുതെ വേണ്ടാത്ത അല്ലല്ല ചോദിക്കണം ചോദിച്ചേ പറ്റുള്ളൂ അല്ലല്ല ചോദിച്ചേ പറ്റുള്ളൂ എന്തിനാണ് ചോദിക്കുന്നത് അയാൾ പൈസ ഒന്നും തരൂല അതെല്ലാം ഒരു ഭാര്യനെ അടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യത്തിന് ബ്രാൻഡ് ചോദിക്കണം അതവർക്ക് നല്ല രസമുണ്ട് അയാളൊന്നും പറഞ്ഞു തരൂല പൈസയും തരൂല അത്ര കൊടുത്തിട്ടാ അതെ ചെറിയ ഒരു ഹെൽപ്പ് എന്തെങ്കിലും എന്റെ കിഡ്നി ചെറിയൊരു പ്രശ്നം ആർക്ക് അപ്പൊ എന്തെങ്കിലും എനിക്ക് ചെറിയൊരു സഹായം എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തു തരണം. എങ്ങനെ ഓരോ വീട്ടിലും കയറി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് വേറെ വഴി ഇല്ല. അതുകൊണ്ട് അപ്പൊ നിനക്ക് ആരുമില്ലേ? എനിക്ക് ആരുമില്ല. ആരുമില്ല. അപ്പൊ ഉള്ളവരൊക്കെ അവിടെ പോയി അവർക്ക് ഗൾഫിൽ പോയിട്ടാണ് അങ്ങനെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആരുമില്ല. ആരും ഇല്ലാത്തതുകൊണ്ടല്ല. നിങ്ങളൊക്കെ വലിയ എന്തായാലും കിഡ്നി ഒന്നും ഇപ്പൊ തരാൻ കൂട്ടിയാ പറ്റില്ല. വേണമെങ്കിൽ അയ്യോ 2 ഇഡ്ഡലി വാങ്ങി കൊടുക്കണം. ഇഡ്ഡലി സാമ്പാർ പരമേട്ടന്റെ കടയിൽ പോയിട്ട് അല്ലേ? പരമേട്ടന്റെ കടയിൽ 2 ഇഡ്ഡലി സാമ്പാർ വാങ്ങി. അതെ, ഞാൻ പലർക്കും ചോദിച്ചത് ആ ഒരു വീടുണ്ടാവും, അവിടെ കയറി ചോദിച്ചപ്പോ എല്ലാ വീട്ടിൽ ആൾക്കാരും മര്യാദക്ക് പറഞ്ഞു. ആ വീട്ടിൽ കയറിയപ്പോ ആ വീട്ടിലെ പെണ്ണുമ്പിള്ള എന്റെ അടുത്ത് പറയാം, ഇവിടെ ഒന്നുമില്ല. എവിടുന്ന്? ആ വീടുന്നോ? ഞാൻ കല്ലൊക്കെ വെച്ചിട്ട് പ്രകാശ് അതന്നെ പ്രകാശ് ബസ് ആ വീട്ടിൽ നിന്ന് അവിടെ ആരാ പറഞ്ഞ അങ്ങനെ? ആ പെണ്ണുങ്ങളെ വീട്ടിലുള്ള സുഷ്മ എന്താ പറഞ്ഞത്? ഇവിടെ ഒന്നുമില്ല. ഒന്നുമില്ല നിന്നോട് അങ്ങനെ പറഞ്ഞു? എന്റെ ഭാര്യ അങ്ങനെ എന്നോട് പറഞ്ഞത്ര ഈ പാവത്തോടെ അങ്ങനെ ഉറപ്പങ്ങൾ പറഞ്ഞു ചോദിക്കണം, ചോദിച്ചേ പറ്റുള്ളൂ. അത് ചോദിച്ചിട്ട് അണക്കാണ്ട ആ വീട്ടില് വല്ല അധികാരം ഇക്കാണോ അവൾക്കാണോ അധികാരം നിൽക്കുന്ന അറിയണല്ലോ. അത് എന്റെ വീട്ടിലൊന്നും ചെയ്ത് പറയാനുള്ള കാര്യം വന്നേ പറ്റുള്ളൂ. ഇങ്ങോട്ട് വന്ന് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള അധികാരം മൂപ്പർക്കാണ്. അല്ലെങ്കിൽ പോയൊരു മനുഷ്യനോട് ശരി അങ്ങനെ സംഭവിച്ചു. ഇങ്ങോട്ട് വാടകത്തിന് മടിച്ചു കയറി ഒരു കയറി ഇവിടക്ക് സുഷോ ഇവിടെ വാ. നിങ്ങളുടെ അടുത്തേക്ക് ഇയാൾ പണ്ട് ഇവിടെ നമ്മളെ വീട്ടിൽ വന്നിരുന്നോ? 10 മിനിറ്റ് വന്നിരുന്നോ? ഇവിടെ ഇയാൾ എന്താ ചോദിച്ചത്? നിങ്ങൾ ഇവിടെ ഓരോ സംസാരിക്കട്ടെ. നിങ്ങൾ ഒരാൾ ഭർത്താവ് പറഞ്ഞു ഇടപെടല്ലേ വന്ന് നേരിൽ കേൾക്കട്ടെ. ഇയാൾ വന്നിട്ട് ഇയാൾക്ക് 2 കെട്ട് നഷ്ടപ്പെട്ടതാണ്, ഡോക്ടറെ കാണിക്കണം, ചികിത്സക്ക് പൈസ വേണമെന്ന് ഇയാൾ നിന്നോട് പറഞ്ഞോ ഇല്ലേ? പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു? ഇവിടെ കാശൊന്നും ഇല്ലാത്തോണ്ട് ഞാനില്ല. അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞു ചേച്ചി? അങ്ങനെ പറഞ്ഞാ? ഇവിടെ പൈസ ഒന്നും ഇല്ലാന്ന് പറയാനുള്ള അധികാരം ആൾക്കാരെ തന്ന് പറയും. ആരെ തന്ന് പറയും? എന്തെങ്കിലും കൊണ്ട് പറയടി. ഇവിടെ ആരെ പറയും? ഇവിടെ അല്ല ഇത് ഇറങ്ങിയിരിക്കും പ്ലീസ്. ഇവിടെ ഞാനിവിടെ ഉള്ള സമയത്ത് ഇവിടെ ആരാ ചോദിച്ചു പറഞ്ഞു ആർക്കാണ് പറയാനുള്ള അധികാരം ഉണ്ടോ? ഈ വീട്ടിലെ ആണ് ഞാനാണ്, മനസ്സിലാവണ്ട? അത് പറയാനുള്ള അവകാശം ഇവൾക്കല്ല, എനിക്കാണ് പറയാനുള്ള അവകാശം. മനസ്സിലായോ? ഇവിടെ ഒന്നുമില്ല, പോയിക്കോളി കുട്ടി പോയിക്കോളി. ഇവിടെ ഒന്നുമില്ല, അത് പറയാനുള്ള അവകാശം എനിക്കാണ്. മനസ്സിലായില്ലേ? ഇജ്ജ് പോയിക്കട. അതെ, ആ റാഫിക്കാന്റെ നമ്പർ ഉണ്ടാവുക?